ഈ 3 പാർട്ടുകളെ വെച്ച് ഈ 3 പാർട്ടുകൾ ഇസ്ലാമിനുണ്ടെന്ന് പറയുമ്പോൾ അതത് പാർട്ടുകളിലൂടെ സഞ്ചരിക്കുന്നതിന് ഒരു പ്രത്യേക പേര് നൽകുമല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും ആ അറിവിനെ എത്രത്തോളം വലുതാക്കാൻ സാധിക്കുമോ അത്രത്തോളം വലുതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും അത് വലുതായി ലഭ്യമാകുന്നതിന് വേണ്ടി എന്തെല്ലാം സാഹസങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും അനുഭവിക്കണമോ ആ അർത്ഥത്തിൽ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയും ആ പ്രയാസങ്ങളുടെ പിന്നിലായി മനഃശുദ്ധീകരണത്തിലൂടെ അള്ളാഹുവിനെ അറിയുക എന്ന മഅരിഫത്ത് എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കപ്പെടുന്ന ആ വിജ്ഞാനം, ആ അറിവ് ശരിക്കു നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സരണി. അതേപോലെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് വിശ്വാസപരമായ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വിശ്വാസവും കർമ്മവും നന്നാക്കിക്കൊണ്ട് ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്ന അർത്ഥത്തിൽ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും കാര്യങ്ങൾ അവഗാഹമായി പഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന രീതിയിലുള്ള ഒരു സരണിക്ക് ശരീഅത്തെന്നും ത്വരീഖത്തെന്നും പ്രത്യേകം പേര് വിവേചനത്തിന് വേണ്ടി മാത്രം പ്രത്യേകമാക്കി വന്നതാണ്. വ്യാപകാർത്ഥത്തിലുള്ള പേരുകളെ പരിമിതാർത്ഥങ്ങളിൽ ഉപയോഗിക്കുക എന്നൊരു സംവിധാനം സാധാരണയുണ്ടല്ലോ. ഒരു നാട്ടുകാർ ഉസ്താദ് എന്ന് വിളിക്കും സാധാരണ ഒരു മൊയ്ലേരെ. ഉസ്താദ് എന്നത് വ്യാപകാർത്ഥമുള്ളൊരു പദമാണ്. ഈ വ്യാപകാർത്ഥമുള്ള ഉസ്താദ് എല്ലാവരും ഉസ്താദ്മാരനല്ലേ. ഈ ഉസ്താദ് എന്ന പദത്തെ ഒരു നാട്ടുകാർ ആ നാട്ടിലെ ഉസ്താദിനെ കൊണ്ടാ പറയാം. ഉസ്താദ് വന്നു, ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് അങ്ങനെ, ഉസ്താദ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയായല്ലോ ഉസ്താദ് എന്ന് പറയുന്ന വാക്ക് അയാളുടെ മേൽ മാത്രം പരിമിതമായി. വ്യാപകാർത്ഥത്തിലുള്ള വാക്കാണിത്. നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ഹാൾ, ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാർക്ക് ഇതേ ഓടിയെത്തൂ. ഓഡിറ്റോറിയം എന്നതൊരു വ്യാപകാർത്ഥത്തിലുള്ള പദമാണെങ്കിലും പരിപാടി ഓഡിറ്റോറിയത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റോറിയമേ മനസ്സിൽ ഓടിയെത്തൂ. ഇത് വ്യാപകാർത്ഥത്തെ പരിമിതമായി ഉപയോഗിക്കുന്ന രീതിയാണ്. ഇത് സാധാരണമായ രീതി. ഈ രീതിയിൽ ത്വരീഖത്ത് എന്ന വ്യാപകാർത്ഥത്തിലുള്ള ശരീഅത്തിനെ മൊത്തമായി ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ദീനിനെ മൊത്തമായി ഉൾക്കൊള്ളുന്ന ഈ ശബ്ദത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള വിജ്ഞാന ശാഖയിലൂടെ ആ രീതിയിലൂടെ ദീനിൻ്റെ ഒരു പാർട്ട്, ഒരു ഭാഗം നേടിയെടുക്കുന്നതിനും അതിലൂടെ സഞ്ചരിക്കുന്നതിനുമായി പരിമിതപ്പെടുത്തുകയും വിശ്വാസവും കർമ്മവും ശരിപ്പെടുത്തിക്കൊണ്ട് ആ സരണിയിലൂടെ ഉയർന്നു ജീവിക്കുന്നതിനായി ശരീഅത്ത് എന്ന പദത്തെ പരിമിതപ്പെടുത്തി ഉപയോഗിക്കുകയും ചെയ്തു വന്നതാണ് ശരീഅത്ത്, ത്വരീഖത്ത് എന്നിങ്ങനെ രണ്ടായി ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ആ സാധാരണക്കാരെ പോലെ തന്നെയുള്ള മുതഅല്ലിമീങ്ങൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ശരീഅത്ത്, ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞൊക്കെ ഞങ്ങൾക്കറിയാം എന്നായിരിക്കും പണ്ഡിതന്മാർ പറയാം. അപ്പം ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കേണ്ടതില്ലെങ്കിലും ഇങ്ങനെ പണ്ഡിതന്മാർ പണ്ടൊക്കെ പണ്ടേ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത് ഇങ്ങനെ 4ആയോ അല്ലെങ്കിൽ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്നിങ്ങനെ 3ആയോ വിഭജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റേതായ 3 മേഖലകളെ പ്രത്യേകം പരിചയപ്പെടുത്താറുണ്ട്. ഇത് ഇവിടുന്ന് വന്നതാ. എവിടുന്ന് വന്നത്? ദീനിയാത്ത്, അമലിയാത്ത്, അഖ്ലാഖ്. ഈ 3 പാർട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ പേരുകളാണ് ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. ആ ഹഖീഖത്ത് കൊണ്ട് നേടുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിൻ്റെ അകത്ത് അള്ളാഹുവിൻ്റെ മഅരിഫത്ത് എന്ന മഹത്തായ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നും നമ്മളങ്ങനെ ഉപയോഗമുണ്ടല്ലേ ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മഹത്തായ ജ്ഞാനം ഹഖീഖത്തിലൂടെ നേടിയെടുക്കുമ്പോൾ അതിന് മഅരിഫത്ത് എന്ന ഒരു പ്രത്യേക ആദരണീയ പേരുകൊണ്ട് നമ്മൾ സവിശേഷപ്പെടുത്തിയിട്ട് ഉപയോഗിച്ചു വരുന്നതാണ് ഈ 4 ശബ്ദങ്ങൾ. ഈ സരണിയിലൂടെ ജീവിച്ചു പോയവരാണ് ഒരുപാട് ആളുകൾ. ഇതിൽ പക്ഷേ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഇത് 2 എങ്ങനെയെന്ന് തിരിച്ചറിയുക, ഇതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇതേ ഉദ്ദേശിക്കുന്നുമുള്ളൂ. ഇതൊരു വിഷയത്തെടുത്തിട്ട് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ നാനാഭാഗം മുക്കും മൂലി അടുപ്പിച്ചാൽ വളരെയധികം സംസാരിക്കേണ്ടി വരും. നമ്മളിവിടെ നോക്കേണ്ടത് ത്വരീഖത്ത് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നവരാണ് സുന്നികൾ. ശരീഅത്ത് എന്ന വേറെ പേരിൽ, ത്വരീഖത്ത് എന്ന പേരിൽ അല്ലാതെ തന്നെ അറിയപ്പെടുന്ന ഒരു വഴിയും സരണിയും പ്രത്യേകമായി അംഗീകരിക്കുന്നവരാണ് സുന്നികൾ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ത്വരീഖത്ത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ വേണ്ടത് അംഗീകരിക്കുന്ന ഈ ത്വരീഖത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തത് ഏത്,
ലേബലിൽ മാത്രമുള്ള രൂപിളി ഏത്, പേരിൽ മാത്രമുള്ള രൂപിളി ഏത്, യാഥാർത്ഥ്യമുള്ള യഥാർത്ഥ ത്വരീഖത്ത് എന്ത്? ഇതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണ്ഡിതന്മാർ അതൊക്കെ നല്ല പോലെ വിവരിച്ചിട്ടുണ്ട്. ഈ ത്വരീഖത്തിന്റെ സരണിയിലൂടെ അധ്യാത്മജ്ഞാനികളായി മാറിയിട്ടുള്ളവരെ ആരിഫീങ്ങൾ എന്ന പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. ജ്ഞാനികൾ എന്ന അർത്ഥത്തിൽ. പണ്ഡിതന്മാരായി കഴിഞ്ഞിട്ടുള്ളവരെ ആലിമീങ്ങൾ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇതിപ്പോ ഇന്ന് കേട്ടാൽ എന്താ പറയാന്നാ, ത്വരീഖത്തിലെ പണ്ഡിതന്മാരൊക്കെ ആരിഫീങ്ങൾ, ശരീഅത്തിലെ പണ്ഡിതന്മാർ, അതായത് പണ്ഡിത സംഘടനകളിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ, ദർസുല് അതുപോലെ അറബി കോളേജുകളിലൊക്കെ പഠിക്കുന്നവർ ആലിമീങ്ങൾ. ആലിമീങ്ങൾ എവിടെ, ആരിഫീങ്ങൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ടും രണ്ട് പാർട്ടിയാക്കിയിട്ട് ആരിഫീങ്ങൾക്ക് ആലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള മഹത്വം പ്രത്യേകം കൽപ്പിക്കുമ്പോൾ ഞങ്ങളാണ് ആ മഹത്വത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് മറുവിഭാഗത്തെ തീർത്തും ആക്ഷേപിച്ചുകൊണ്ടും വില കുറച്ചുകൊണ്ടും അതൊന്നുമല്ല എന്ന അർത്ഥത്തിലാക്കി തീർക്കുന്ന തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളുമാണ് ഇവിടെ കരുതി കൂട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരുപാട് മഹത്തുക്കൾ കഴിഞ്ഞുപോയവരുണ്ട്. എത്രയോ വമ്പന്മാർ. ആ വമ്പന്മാരിൽ ആരെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമേയില്ല. അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്ത വടാവമ്പന്മാർ, ഇമാമുകൾ, ഒരുപാട് മഹത്തുക്കൾ ത്വരീഖത്ത് എന്ന പേരിൽ പ്രത്യേകമായി സംജ്ഞകൾ രൂപീകരിക്കുകയും പേര് നൽകുകയും ചെയ്ത ശേഷം തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ഉയർന്നവരായി നമുക്കറിയാവുന്ന ഇമാമുകളുണ്ട്. നല്ലവരിൽ നല്ലവരായി, വിശുദ്ധരിൽ വിശുദ്ധരായി, ദീനീ അറിവുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ട് അവരെക്കുറിച്ച് ആക്ഷേപമില്ല. പിന്നെയോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പെട്ടെന്നുള്ള കാഴ്ചപ്പാടിൽ സ്വീകരിക്കാൻ പറ്റാത്തതായ ഏതെങ്കിലും ബാഹ്യജീവിതത്തിലെ ചില കർമ്മങ്ങളിൽ വ്യതിചലനങ്ങളോ മാറ്റങ്ങളോ കണ്ടിട്ടുള്ള ചിലരെ ആ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കും മറ്റു ചിലർ. അതേപോലെ തന്നെ ഈ ജ്ഞാനങ്ങളിലൂടെയും ഈ ജ്ഞാനത്തിനായുള്ള തീർത്ഥയാത്രകളിലൂടെയും മാനസിക വിഭ്രമം ബാധിക്കുന്ന സമയത്തും പെട്ടെന്ന് പൊന്തം വിടുന്ന സമയത്തും വാക്കുകൾ കിട്ടാതാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ ആ അനുഭവങ്ങളെയോ വിഭ്രമാവസ്ഥയിൽ വരുന്ന വാക്കുകളെ അവിചാരിതമായോ അബോധാവസ്ഥയിലായോ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വീൺവാക്കുകളോ വേണ്ടാത്ത വാക്കുകളോ വ്യാഖ്യാനിക്കാൻ പെട്ടെന്ന് പറ്റാത്ത വാക്കുകളോ ചിലരിൽ നിന്ന് വരുമ്പോൾ അവരെയും തിരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നു ചിലർ. അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ചിലർ ആ കൂട്ടത്തിലുണ്ട്. അത് നമുക്കറിയാം. മൻസൂർ ഹല്ലാജ് റഹ്മഹുല്ലാ നമ്മൾ മഹാനരെ ആദരിക്കുന്നു, ഔലിയാക്കളിൽ മഹത്തുക്കളിൽ ഒരാളായി കാണുന്നു. ഉമർ ഇബ്നുൽ ഫാരിദ് നമ്മൾ അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഔലിയാക്കളിൽ മഹാനരായി കാണുന്നു. മുഹ്യിദ്ദീൻ ഇബ്നു അറബി നമ്മൾ അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, മഹാത്മാക്കളിൽ മഹാത്മാവായി കാണുന്നു. അബൂ യസീദ് അൽ ബിസ്താമി നമ്മൾ അവരെ മഹാനായി കാണുന്നു, ആദരിക്കുന്നു. പക്ഷെ ഈ തരത്തിലുള്ള ഏതാനും ആളുകൾ, വിരലിലെണ്ണാവുന്ന ഏതാനും ആളുകൾ നമ്മുടെ കിതാബുകൾക്കകത്ത് ആക്ഷേപിക്കപ്പെടുന്നവരുണ്ട്. ഇതിനെന്താ കാരണമെന്നറിയോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, അരുതാത്ത വിഷയങ്ങളിലേക്ക്, ശ്രദ്ധിക്കാത്ത വിഷയങ്ങളിലേക്ക് പ്രത്യേകം ശ്രദ്ധിപ്പിക്കലാവുമോ എന്നുള്ള പേടിയുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതുവരെ അറിയാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഔലിയാക്കന്മാരിൽ നിന്ന് അറിയാലാവുമോ എന്ന്.